നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരമേറ്റതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ 45 വർഷമായി CPM ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ ഓരോന്നായി തുറന്നു കാട്ടുകയും അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു നല്ല ഭരണം കാഴ്ചവെക്കാനുള്ള ശ്രമവുമാണ് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഒരു വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ആ വിവാദം മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തു. അത് വലിയ വിവാദമാക്കി. ആ വിവാദം മുൻ മേയർ കൂടിയായിരുന്ന ഇപ്പോഴത്തെ MLA ആയ VK പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോഴത്തെ ശാസ്ത്രമംഗലത്തെ കൗൺസിലറായിരുന്ന R ശ്രീലേഖ, മുൻ DGP കൂടിയായിരുന്നു. R ശ്രീലേഖ തന്റെ ഓഫീസ്, അതായത് കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തന്റെ ഓഫീസ്, അതായത് കൗൺസിലറിന്റെ ഓഫീസിന് സ്ഥലപരിമിതി ഉണ്ടെന്നും അതുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ഒഴിഞ്ഞു തരണമെന്നും ഒരു സൗഹൃദ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടതിനെ വലിയ വിവാദമാക്കി മേയർ പ്രശാന്ത് കൊണ്ടുവരികയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവിടെ ചെന്ന് കണ്ട ജനങ്ങൾക്ക് മനസ്സിലായി അവിടെ ഒരു കൗൺസിലർക്ക് ഇരിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. സത്യത്തിൽ അവിടെ ഒരു കൗൺസിലർക്ക് ഇരിക്കാൻ പറ്റിയ സാഹചര്യമില്ലായെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പക്ഷെ കഴിഞ്ഞ 7 വർഷമായി അവിടെ മറ്റു ചില കൗൺസിലർമാർ, BJP കൗൺസിലർമാർ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം മേയർ ആദ്യഘട്ടത്തിൽ നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ ശ്രമങ്ങൾ നടത്തുമ്പോഴും VK പ്രശാന്ത് പറയുന്നത്, മുൻ മേയർ കൂടിയ VK പ്രശാന്ത് പറയുന്നത്, താൻ അവിടെ ഉണ്ടാക്കിയ കെട്ടിടമാണത്, താനാണ് ഈ പാർട്ടീഷൻ നടത്തിയത്, തൻ്റെ കാലത്താണ് ഇത് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തനിക്ക് അവകാശപ്പെട്ടതാണെന്നും അവിടെയാണ് ഓഫീസ് പ്രവർത്തിക്കാൻ സൗകര്യമെന്നുമൊക്കെയാണ്. MLA ഹോസ്റ്റലിൽ അവിടെ വേറെ സെപ്പറേറ്റ് മുറികളുണ്ട്, അവിടെയൊന്നും ഓഫീസ് പ്രവർത്തിപ്പിക്കാതെ ആന്റണി രാജുവിന്റെ അടക്കമുള്ള ഓഫീസുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്നും കണക്ക് കൂട്ടാതെ ഇവിടെ തന്നെ ശാസ്ത്രമംഗലത്ത് തന്നെ ഈ ഓഫീസ് പ്രവർത്തിക്കണം എന്ന ആവശ്യം മുൻ മേയർ കൂടിയായിരുന്ന ഇപ്പോഴത്തെ MLA VK പ്രശാന്ത് ഉന്നയിക്കുന്നു. VK പ്രശാന്ത് ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർക്ക് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, താൻ ആദ്യ കുറച്ചു കാലം മാത്രമാണ് അവിടെ തുടർന്നിട്ടുള്ളത്, ബാക്കിയുള്ള സമയം മൊത്തം തന്റെ വണ്ടി എടുത്ത്, മാത്രമല്ല തന്റെ വീട് അടുത്താണ്, അതുകൊണ്ട് ആൾക്കാർക്ക് അവിടെ വന്ന് തന്നെ കാണാം. നേരെ മറിച്ച് R ശ്രീലേഖയുടെ വീട് വഴുതക്കാടാണ്. അപ്പോൾ അത്രയും ദൂരത്തേക്ക് ഒരു കൗൺസിലറെ തിരക്കി വരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജനങ്ങൾക്ക്. അത് മാത്രമല്ല, ഒരു സ്ത്രീ എന്ന രീതിയിൽ നമുക്കൊരു 1 മണിക്കൂറാണ് അല്ലെങ്കിൽ 2 മണിക്കൂറാണെങ്കിൽ പോലും ഒരു ഓഫീസിൽ പോയിരിക്കുമ്പോൾ ഒരു ബാത്റൂം സൗകര്യമൊക്കെ അത്യാവശ്യമാണ്. അവിടെയുള്ള ബാത്റൂമിലാണ് ഈ ഫയൽ അടക്കം കൂട്ടി വെച്ചിരിക്കുന്നത്. ഒരു അലമാരി വെക്കാനുള്ള സ്ഥലം പോലും അവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു അക്ഷയ കേന്ദ്രത്തിൽ അനുവദിച്ച സ്ഥലമായിരുന്നു അത്. അവിടെയാണ് കൗൺസിലർ ഓഫീസായി കൊടുത്തത്. യഥാർത്ഥത്തിൽ ഇത് കോർപ്പറേഷന്റെ കെട്ടിടമാണ്. കോർപ്പറേഷന്റെ കെട്ടിടത്തിലാണ് സാധാരണഗതിയിൽ ഈ പറയപ്പെടുന്ന എല്ലാവരും, അതായത് കൗൺസിലർമാരെല്ലാം അവരവരുടെ കോർപ്പറേഷൻ പരിധിയിലുള്ള അവിടുത്തെ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം കൗൺസിലർമാർക്ക് വലിയ വരുമാനമൊന്നുമില്ല. ഈ വരുമാനത്തിനുള്ളിൽ വേണം അവർക്ക് പ്രവർത്തിക്കാൻ. അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് പോയി ഏതെങ്കിലും ഒരു ബിൽഡിംഗ് എടുത്ത് വലിയ, നമുക്കറിയാമല്ലോ തിരുവനന്തപുരം ഹൃദയഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഈ ശാസ്ത്രമംഗലം. അപ്പോൾ അവിടെ ഒരു കെട്ടിടം എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ വാടകയ്ക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ഉള്ള സൗകര്യത്തിൽ പ്രവർത്തിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് ഇരിക്കാൻ ബാത്റൂം ഫെസിലിറ്റിയിൽ ആരെങ്കിലും വന്നാൽ ഇരിക്കാനുള്ള സൗകര്യമില്ല എന്നുള്ളത് അവർ ചൂണ്ടിക്കാട്ടുന്ന സത്യം തന്നെയാണ്. ഇത് വലിയ വിവാദമാക്കി മേയർ പ്രശാന്ത് തന്നെയാണ്, മുൻ മേയർ കൂടിയായിരുന്ന പ്രശാന്ത് തന്നെയാണ് ഇത് വലിയ രീതിയിൽ അവതരിപ്പിച്ചത്. MLA പ്രശാന്ത് ഇതൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ പ്രശാന്ത് വിചാരിച്ചില്ല ഒരുപക്ഷെ BJPക്ക് എതിരാകും ഈ ക്യാമ്പയിൻ എന്നാണ് വിചാരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഗുണം ചെയ്തത് BJPക്കാണ്. കാരണം നഗരസഭാ കെട്ടിടങ്ങളുടെ വാടക അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയാവുന്നു. CPMന്റെ അഴിമതികൾ ഓരോന്നായി തുറന്നു കാട്ടാനുള്ള വലിയ അവസരമാണ് BJPക്ക് ഇതുമൂലം ഉണ്ടായത്. അവിടുത്തെ ബിൽഡിങ്ങുകളുടെ അടക്കമുള്ള, കോർപ്പറേഷന്റെ ബിൽഡിങ്ങുകളുടെ അടക്കമുള്ള എല്ലാ ബിൽഡിങ്ങുകളുടെയും ഒക്കെ കണക്ക് എടുക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ CPM ഇതുവരെ കാട്ടിക്കൂട്ടിയ, ഗവൺമെന്റ് സംവിധാനങ്ങളെ വെച്ചുകൊണ്ട് CPM കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമാണ് ഈ പ്രശ്നമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. CPM ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ നഗരസഭകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഒരു റെക്ടിഫൈങ് ഫാക്ടർ എന്ന രീതിയിൽ ഈ കോർപ്പറേഷന് വരുമാനം വരുത്താനും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാനും കഴിഞ്ഞാൽ കോർപ്പറേഷന്റെ ഭരണസമിതിക്ക് വലിയ വിജയത്തിലെത്താൻ കഴിയുമെന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ VV രാജേഷ് എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും അത്തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നോക്കൂ, നഗരസഭ വാങ്ങിച്ചിട്ടുള്ള വാഹനങ്ങൾ, ആ വാഹനങ്ങൾ തിരുവനന്തപുരം നഗരസഭ വാങ്ങിക്കൊടുത്തിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നത് മറ്റ് സ്ഥലങ്ങളിലാണ്. അതിനുള്ള എഗ്രിമെന്റ് അടക്കം പരിശോധിക്കും. ആ പരിശോധിച്ചുകൊണ്ട് കേരളത്തിലെ KSRTC ലാഭത്തിലാക്കേണ്ടത് KSRTCയുടെ കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങിക്കൊടുത്ത ബസ് വെച്ചിട്ടല്ല KSRTC ലാഭത്തിലുണ്ട് വരുത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു കോണിൽ നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ
കൃത്യമായി തന്നെ അതിൽ നിലപാടെടുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ മറ്റൊരു പോസിറ്റീവായി കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചത് ശബരിനാഥിന്റെ പ്രതികരണമാണ്. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് BJP അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് പലപ്പോഴും ഈ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. പക്ഷേ ശബരിനാഥൻ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വളരെ മാന്യനും വളരെ കൃത്യമായി കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരാളുമായതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഒരു വികസനപരമായ ഒരു കാര്യത്തെ വളരെ കൃത്യമായി നോക്കിക്കാണാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപാരമാണ്. ഇങ്ങനെ പോയാൽ കോൺഗ്രസിനും അത് വലിയ ഗുണമാകും. കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇപ്പോൾ നഗരസഭയിലുണ്ടായ തിരിച്ചടി, കോൺഗ്രസിനുണ്ടായ മികവ് അത് ശബരിനാഥനെ മുൻനിർത്തിയുള്ളത് കൊണ്ടാണെന്ന് നമുക്കറിയാം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ തകർന്നുപോയ കോൺഗ്രസിനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ ശബരിനാഥന് കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിലും കൂടുതൽ ഗുണമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള നിലപാടുകൾ സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം വികസന കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങളിലും ഒരേ നിലപാടെടുക്കുമ്പോൾ ഒരുപക്ഷെ ഇന്നും ഈ MLA പ്രശാന്ത് പറയുന്നത് ഇപ്പോൾ BJP-ക്കാരെക്കാട്ടിൽ കൂടുതൽ പ്രശ്നം ആ അജണ്ട ഏറ്റെടുക്കുന്നത് ശബരിനാഥനാണ് എന്നാണ്. പക്ഷെ ശബരിനാഥൻ വളരെ വ്യക്തമായി പറയുന്നു, ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല, കൗൺസിലർമാർക്കെല്ലാം അവർക്ക് പണിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ശബരിനാഥിന്റെ നിലപാടിന് ഒരു സല്യൂട്ട് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോർപ്പറേഷനിലെത്തിയ ഒരാൾ എന്ന രീതിയിൽ, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ വളരെ കൃത്യമായി തന്നെ തൻ്റെ സേവനം, താൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എന്താണോ ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറഞ്ഞു വെക്കാൻ ശബരിനാഥനാകുന്നുണ്ട്. അവിടെ കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊന്നും കാര്യമില്ല, അവിടുത്തെ ജനങ്ങളാണ്, ആ ജനങ്ങൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന കൗൺസിലർക്കടക്കമുള്ള ഏറ്റവും ബേസിക് ഘടകമാണല്ലോ കൗൺസിലർ. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കാണാൻ വരുന്നത് കൗൺസിലർമാരെ ആയിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എത്തുന്നതും അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ കൗൺസിലർമാരെ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കണം, അവർക്ക് പ്രവർത്തനത്തിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കണം. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ ഇനി CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അങ്ങനെയല്ല താൻ കാണുന്നതെന്ന് ശബരിനാഥൻ പറഞ്ഞു വെക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായ ഒരു നിലപാട് ശബരിനാഥൻ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഇത്തരം നിലപാടുകളല്ല പലപ്പോഴും എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു മുരളീധരൻ പോലും രാഷ്ട്രീയം നോക്കി പ്രതികരിക്കുമ്പോൾ വികസനം എന്ന വിഷയത്തിൽ ആ വികസനമാണ് വേണ്ടത് എന്ന കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് പോവുകയാണ് ശബരിനാഥൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നഗരസഭയിൽ ഇത്രയും കാലം 45 വർഷക്കാലമായി നടന്നിട്ടുള്ള അഴിമതികൾ, നമ്മൾ ഒരുപാട് അഴിമതികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ അഴിമതികളെ കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീകുമാർ കത്ത് കൊടുത്തു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ തീവട്ടിക്കൊള്ള, തിരുവനന്തപുരം നഗരത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന, തിരുവനന്തപുരം കോർപ്പറേഷനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന LDF-നോടുള്ള അമർഷം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഒരേ അളവിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയേറെ തോന്നിവാസങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്നുള്ള കൗൺസിലർ കൂടിയായ ശ്രീകുമാർ പറയുന്നു, ഈ അഴിമതി, അതായത് മേയർ ആര്യ രാജേന്ദ്രന്റെ കാലത്തുണ്ടായിരുന്ന ഓരോ അഴിമതികളും അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ആ ഓരോ അഴിമതികളെ കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ എന്തായിരുന്നു CPM ഈ നഗരസഭയിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്? കഴിഞ്ഞ 5 വർഷം മാത്രമല്ല, കഴിഞ്ഞ 45 വർഷമായി കെട്ടിട നികുതി അടക്കമുള്ളവ, കെട്ടിടങ്ങളുടെ വാടക അടക്കമുള്ളവ, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് SC/ST ഫണ്ട്, അതിന്റെ ലാബ്സ്, അതിന്റെ തട്ടിപ്പ്, ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ സത്യത്തിൽ ആരൊക്കെ ഇതിൽ പ്രതിസ്ഥാനത്തെത്തും, ആരൊക്കെ ഇതിൽ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലുപരി ഈ CPM-ന്റെ മുഴുവൻ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്ന ഉഗ്ര ഒരു നിലപാടുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് VV രാജേഷ് ചെയ്യുന്നത്. അതിന് വളരെ കൃത്യമായി ഡെപ്യൂട്ടി മേയറും അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ട് ആശാനാഥും. ഏതായാലും ജനങ്ങളും നിൽക്കുന്നുണ്ട്, ഒപ്പം ശബരിനാഥും ശബരിനാഥിന്റെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസും ഒക്കെ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ബെറ്റർ കേരള, ഒരു നല്ല കേരളം തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങട്ടെ, അങ്ങനെ ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുകയാണ് ഭാരത് ലൈവ്.